സ്വദേശിനിയായ നതാലിയ ലിറ്റ്വിനെൻകോ കണ്ണുനീരോടെ പറയുന്ന യുദ്ധഭീകരതയും തന്റെ കുടുംബത്തെപ്പറ്റിയുള്ള ആശങ്കകളും യുക്രൈനിലെ എല്ലാ അമ്മമാരും നേരിട്ടുകൊണ്ടിരിക്കുന്ന ഭീകര യാഥാർത്ഥ്യമാണ്. ഇളയ കുഞ്ഞിന്റെ ക്യാൻസർ ചികിത്സയ്ക്കായി ഇറ്റലിയിലായിരിക്കെയാണ് യുക്രൈനിൽ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടത്. യുക്രൈനിലായിരിക്കുന്ന ഭർത്താവിനെയും മക്കളെയും വീടിനെയും ഓർത്തുള്ള ആവലാതികളിൽ ഉറക്കം നഷ്ടപ്പെട്ട നാളുകളായിരുന്നു അത്. ഗർഭിണിയായിരുന്ന മൂത്ത മകളെയും മറ്റു മക്കളെയും നതാലിയയുടെ ഭർത്താവ് ട്രെയിനിൽ കയറ്റി അയച്ചു. 5 ദിവസങ്ങൾക്കു ശേഷം പല സന്നദ്ധപ്രവർത്തകരുടെ സഹായത്തോടെ പല രാജ്യങ്ങൾ താണ്ടി മക്കളെല്ലാം ഇപ്പോൾ അമ്മയ്ക്കൊപ്പം സുരക്ഷിതരായി റോമിൽ എത്തിച്ചേർന്നു. എന്നാൽ നതാലിയയുടെ ഭർത്താവ് കുടുംബത്തെ സുരക്ഷിതമാക്കിയ ശേഷം രാജ്യസേവനത്തിനായി യുക്രൈനിയൻ ആർമിയിൽ ചേരുകയായിരുന്നു. എത്രയും വേഗം യുദ്ധം അവസാനിച്ച് വീണ്ടും കുടുംബമായി ഒന്നിക്കാൻ കാത്തിരിക്കുന്ന നതാലിയ യൂറോപ്പിന്റെ പിന്തുണയ്ക്ക് നന്ദി പറയുന്നതിനോടൊപ്പം യുക്രൈനു മീതിയുള്ള വ്യോമപാത അടയ്ക്കാനായി ഏവരുടെയും സഹായം അഭ്യർത്ഥിക്കുകയാണ്. കുടുംബാംഗങ്ങൾ പലയിടങ്ങളിലായി ചിതറിപ്പാർക്കുന്ന യുക്രൈനിയൻ കുടുംബങ്ങൾക്കായി നമുക്ക് പ്രാർത്ഥിക്കാം.